ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. നല്ല ഉറക്കപ്പിച്ചിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഉറക്കം കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഇരിപ്പാണ്. അപ്പോഴാണ് നമ്മളുടെ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാനൊരു ഉണങ്ങിയ ട്രീ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ട്രീ ഇരിക്കുന്ന ഒരു നമ്മളുടെ ചട്ടി ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പോട്ടാണ്. അപ്പം അതിലെന്തെങ്കിലും നടാമെന്നിങ്ങനെ വിചാരിക്കുമായിരുന്നേ. അപ്പോഴാണ് ഞാനൊരു 2-3 മാസമായിട്ടുണ്ട് ഒരു വെറൈറ്റി കലാത്തിയെ ഞാൻ രണ്ട് ചെടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്നിങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളിതാ ട്രീ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, മണ്ണ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം ആ വെയിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചെടീനെ മരത്തിന് ഇതിൻ്റെ അകത്തുനിന്ന് ഇളക്കിയെടുക്കണം. അതൊരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു കേട്ടോ. കുറച്ചധികം സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അതൊന്ന് അതിന് ഇളക്കി പറിച്ചെടുക്കാനായിട്ട്. ഈ ഒരു മരം ഇങ്ങനെ ഉണങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് വെച്ച് ഒരു 1-2 മാസത്തോളം നമ്മളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നെ ഒരു മാസത്തോളം നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒരു കട വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നമുക്ക് കൊണ്ടുവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നാൾ വെച്ച് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്നപ്പം തന്നെ ഏകദേശം ഇങ്ങനെ കരിഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സൺലൈറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ വളം കുറഞ്ഞിട്ടാണെന്ന് കരുതി ഞാൻ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലം ആയില്ല. നനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് നനക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളിത് ചെടി അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോലെന്ന് പറയുന്നത്. ഇതിൻ്റെ വേരിനൊന്നും വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു വേരിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോഴും നനവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം അടിയിലോട്ട് ഇറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ടാണോയെന്നും ഇനി അറിയില്ല. എന്താ സംഭവം ഒരു പിടുത്തം കിട്ടണില്ല. അപ്പം എന്തായാലും അത് പോയി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ചെടീനെ അതിൻ്റെ അകത്ത് നടാം. ഈ ഒരു കലാത്തിയാണ് കേട്ടോ നമ്മൾ നടുന്നത്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇക്കയും മോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പുറത്ത് പോയതാണേ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഞാനത് കേട്ടിട്ട് എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇനി എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അവർ വന്നപ്പോൾ ഇക്ക ഷൂട്ട് ചെയ്ത് തന്നു കേട്ടോ കുറച്ച് ടൈം. അപ്പോൾ ഇക്ക എനിക്ക് വീഡിയോ എടുത്ത് തന്നതിൻ്റെ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മളിതാ ആ ചട്ടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി എടുക്കുവാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും തോന്നിയില്ല. അതായത് മണ്ണിങ്ങനെ കട്ട പിടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഏറ്റവും അവസാനം കുറച്ച് വളവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ വേറെ ഒരു വളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നഴ്സറിയിൽ നിന്ന് കിട്ടിയ ഒരു വളമാണ് കേട്ടോ ചേർത്തത്. കുറച്ച് സമയം ഇക്ക വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തപ്പോഴും എനിക്ക് കുറേ എളുപ്പം തോന്നി കേട്ടോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രൈപോഡാണ് ഇരിക്കുന്നത് കേട്ടോ. അത് വളഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആ ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊസിഷൻ മാറ്റി വെച്ചിട്ട് വേണമല്ലോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇക്ക എടുത്ത് തന്നപ്പോൾ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനും എളുപ്പമായിരുന്നു. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നിട്ടില്ല. ആൾ കറക്റ്റ് ഇത്ര സെക്കൻഡ് ഓരോ ഷോർട്സും വെച്ച് എടുത്ത കാരണം കൊണ്ട് നമുക്ക് ട്രിം ചെയ്യാനോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ മണ്ണുത്തിയിൽ പോയതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിപ്പോൾ അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് എൻക്വയറിയും ചെയ്യുന്നുണ്ട് എവിടെയാണ് പോയത് മണ്ണുത്തിയിൽ. പലരും പോയി ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1-2 പേര് അവിടെ പോയി ചെടികൾ വാങ്ങിച്ചു എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്ത് തരാം. എനിക്കും ഇതിൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെടി അതിൻ്റെ അകത്ത് പോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും കുറച്ച് നമ്മളുടെ പെബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
പിന്നെ നമ്മളതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് ചെടി കറക്റ്റ് ഒന്ന് ലെവലൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ പോട്ടിനെ മുറ്റത്ത് നമ്മളുടെ ഈ ഒരു ഗാർഡൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ വെക്കാമെന്നാണ് കേട്ടോ. പിന്നീടാണ് ഞാൻ ആ ഒരു പ്ലാൻ മാറ്റിയത്. നമ്മളുടെ കോട്ടിയാടിൽ വീടിൻ്റെ അകത്ത് കോട്ടിയാടിലായിട്ട് നമ്മളൊരു സ്റ്റെയറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പം അവിടെ വെക്കാമെന്ന് പിന്നീട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്നാണ് കേട്ടോ വെച്ചത്. പിന്നെ എനിക്ക് സന്തോഷമുണ്ടായ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും അങ്ങനെ എന്താ പറയുക പ്രതികരണങ്ങളായിട്ടൊന്നും വരലില്ല. അതായത് അവരവരുടെ റിയാക്ഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയണമെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. അപ്പം ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടമെന്ന് ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്കും ഈ പറഞ്ഞ പോലെ അവർക്കും ചെടികളുടെ വീഡിയോസ് കാണാനാണ് ഇഷ്ടമെന്ന്. അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതായത് റിയാക്ഷൻ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അതായത് നമ്മളിടുന്ന വീഡിയോസിന് ഏത് വീഡിയോസാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടം എന്നുള്ളത് ഇതുപോലെ കമൻറ്റ് ബോക്സിലൂടെ പറയുമ്പോഴാണല്ലോ എനിക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ അത് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി ഗാർഡൻ വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഇനി ക്രിസ്മസ് വെക്കേഷനൊക്കെ ഇന്നത്തോടെ കഴിയുമല്ലേ. നാളെ തൊട്ടിട്ട് മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ദിവസം കണ്ടിന്യൂ ചെയ്ത പോലെ തന്നെ ഇനിയും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയാൽ അത്രയും സന്തോഷം. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ ചെടി നടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിറ്റിംഗ് ഏരിയ ആണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു വൈകുന്നേരം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ചെടി ഒന്ന് നമ്മളുടെ എന്താ പറയുക കോട്ടിയാടിലൊന്ന് കൊണ്ടുപോയി വെക്കാമെന്ന് കരുതി. അപ്പം ഞാൻ തന്നെ വീഡിയോ കൈ പിടിച്ചിട്ടാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, മൈൻഡ് ആക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ ലില്ലി ചെടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഇപ്പം നമ്മൾ നട്ട കലാത്തിയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ബൈ.